ഹരേ രാമ ഹരേ കൃഷ്ണ. നിങ്ങൾ ഈ നക്ഷത്രക്കാരാണോ? ധനം വന്നു മൂടും, രാജകീയമായ ജീവിതം ഉറപ്പാണ്. ഇനിയുള്ള ദിവസങ്ങൾ സുവർണ കാലമാണ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. 6 നാളുകാർക്ക് വളരെയധികം സൗഭാഗ്യവർദ്ധന, ചില നാളുകാർക്ക് മെല്ലെ മെല്ലെയുള്ള അപ്രതീക്ഷിത നേട്ടങ്ങൾ. നോക്കാം നമുക്ക് ഈ സമ്പൂർണ്ണ മാസഫലം. 1199 കർക്കിടക മാസം 1 മുതൽ കർക്കിടകം 32 വരെയുള്ള ഒരു സാമാന്യ ഫലമാണ്. ഇതിൻ്റെ കൂടെ നിങ്ങളുടെ ജാതക കാൽ കൂടി പരിശോധിച്ച് ഗുണദോഷ ഫലങ്ങൾ വിലയിരുത്തണം. ഇനി ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. അശ്വതി നക്ഷത്രക്കാരായ ആളുകളുടെ പ്രവർത്തന മേഖലയിൽ പുരോഗതി വളരെയധികം കുറയും. വ്യാപാര വിപണന മേഖലയിൽ വളരെയധികം മാന്ദ്യവും വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി വ്യായാമവും യോഗാഭ്യാസവും ശീലിക്കും. ഗതിവിഗതികൾക്കനുസരിച്ച് ജീവിത സാഹചര്യങ്ങളെ അതിജീവിക്കേണ്ടതായി നിങ്ങൾക്ക് വരുന്നതാണ്. ഗുരു കാരണവന്മാരെ അനുസരിക്കുന്നത് അബദ്ധങ്ങളെ അതിജീവിക്കുന്നതിന് ഉപകരിക്കുന്നതാണ്. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. സുഖമെന്ന് തോന്നുന്ന കാര്യങ്ങൾക്കെല്ലാം കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും. നിങ്ങളുടെ ഔദ്യോഗിക ചുമതലകളാൽ കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിർവഹിക്കുവാൻ പലപ്പോഴും കഴിയില്ല. ഭൂമി വിൽപ്പനയ്ക്ക് തടസ്സങ്ങൾ വന്നു ചേരുന്നതാണ്. ദാമ്പത്യ ഐക്യതയ്ക്ക് നിങ്ങളുടെ ആത്മനിയന്ത്രണവും വിട്ടുവീഴ്ച മനോഭാവവും വേണ്ടിവരുന്ന ഒരു സമയം കൂടിയാണ് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. കാർത്തിക നക്ഷത്രക്കാരായ ആളുകൾക്ക് പലരോടും സഹാനുഭൂതിയും സഹായ മനസ്ഥിതിയും തോന്നുമെങ്കിലും സ്വന്തം നിലനിൽപ്പിന് നിതാന്തമല്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെടരുത്. പുനഃപരീക്ഷയിൽ വിജയശതമാനം വർദ്ധിക്കുന്നതിനാൽ ഉപരിപഠനത്തിന് നിങ്ങൾക്ക് ചേരുവാൻ സാധിക്കുന്നതാണ്. വിശദമായ ചർച്ചയിലൂടെ വസ്തുതർക്കം പരിഹരിക്കപ്പെടും. അതിശയോക്തി കലർന്ന സംസാര രീതിയിൽ അബദ്ധങ്ങൾ വന്നു ചേരുവാനും ഇടവരുന്നതാണ്. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. രോഹിണി നക്ഷത്രക്കാരായ ആളുകൾക്ക് മാർഗ തടസ്സങ്ങളെല്ലാം നീങ്ങി നിങ്ങളുടെ ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ്. ആത്മവിശ്വാസം, കാര്യനിർവഹണ ശക്തി, ഉത്സാഹം, ഉന്മേഷം തുടങ്ങിയ പുതിയ സ്ഥാനമാനങ്ങൾക്ക് വഴിയൊരുക്കും. സാമ്പത്തിക പുരോഗതിക്കും വളരെയധികം യോഗമുണ്ട്. നിങ്ങൾക്ക് സമൂഹത്തിലെ ഉന്നത ആളുകളുമായി സൗഹൃദ ബന്ധത്തിലേർപ്പെടുവാൻ സാധിക്കുന്നതാണ്. മറ്റുള്ളവരുടെ വിഷമാവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം നിങ്ങൾക്ക് നിർദ്ദേശിക്കുവാനും കഴിയും. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്. പ്രായാധിക്യമുള്ള ആളുകളുടെ അനുഭവജ്ഞാനമുള്ളവരുടെയും ഉപദേശങ്ങൾ സമീപ ഭാവിയിൽ നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായി തീരുന്നതാണ്. സമത്വ ഭാവന സർവാധരങ്ങൾക്കും വഴിയൊരുക്കും. വാഹനം ഉപയോഗിക്കുന്നതിൽ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയം കൂടിയാണ്. നിർദോഷ ഉദര രോഗങ്ങൾ ശല്യം ചെയ്തേക്കാം. ആരോഗ്യ കാര്യങ്ങളിൽ എല്ലാ രീതിയിലും വളരെയധികം ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു സമയം കൂടിയാണ് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. അശാന്ത പരിശ്രമത്താൽ തൊഴിൽ മേഖലയിലുള്ള എല്ലാവിധ അനിശ്ചിതാവസ്ഥകളെയും നിങ്ങൾക്ക് അതിജീവിച്ച് പ്രവർത്തനക്ഷമമാക്കുവാൻ സാധിക്കും. കീഴ് ജീവനക്കാർ വരുത്തിവെച്ച അബദ്ധങ്ങൾ തിരുത്തുവാൻ നിങ്ങൾ നിർബന്ധിതനാകും. സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ചെലവുകൾ നിയന്ത്രണ വിധേയമാക്കണം. ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ പതിപ്പിക്കുന്നത് ഗുണകരമായി തീരും. അടുത്തത് പുണർദം നക്ഷത്രക്കാരാണ്. വിദ്യാർത്ഥികൾക്ക് ഉദാസീന മനോഭാവം, ശ്രദ്ധക്കുറവ്, അലസത തുടങ്ങിയവ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ഗതാഗത നിയമം ലംഘിച്ചതിനാൽ പിഴ അടയ്ക്കേണ്ടതായി വരും. നിയമവിരുദ്ധ പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറണം. നിങ്ങളുടെ മേലധികാരിയുടെ ദുസംശയങ്ങൾക്ക് വ്യക്തമായ വിശദീകരണം നിങ്ങൾ നൽകേണ്ടതായി വരും. വാക്കുദോഷം വരാതെ വളരെയധികം ശ്രദ്ധിക്കുകയും വേണം. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. പൂയം നക്ഷത്രക്കാരായ ആളുകൾ പ്രലോഭനങ്ങളിൽ അകപ്പെടരുത്. അപ്രതീക്ഷിതമായ ചെലവുകളാൽ പണം കടം വാങ്ങേണ്ടതായി വരും. കുടുംബ തർക്കങ്ങളിൽ
നിഷ്പക്ഷ മനോഭാവം സ്വീകരിക്കുന്നത് നല്ലതാണ്. പകർച്ചവ്യാധി പിടിപെടുവാൻ സാധ്യത ഉള്ളതിനാൽ ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയം കൂടിയാണ്. ആധ്യാത്മിക ആത്മീയ ചിന്തകളും ഈശ്വര ചിന്തകളും അനാവശ്യ വിചാരങ്ങളെ അതിജീവിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. ദിനചര്യകളിൽ മാറ്റം വരുത്തുന്നതുവഴി നിങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കുവാൻ സാധിക്കും. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ദുശീലങ്ങൾ ഉപേക്ഷിക്കണം. വിഷഭീതി ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായി വരും. ബന്ധുഗുണം വന്നുചേരും. തന്മയത്തോടെ കൂടിയ പ്രതികരണം ലക്ഷ്യപ്രാപ്തിക്ക് നിങ്ങളെ ഉപകരിക്കുന്നതാണ്. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. വിദ്യാർത്ഥികൾക്ക് ഉദാസീന മനോഭാവം, ഉപേക്ഷ മനസ്ഥിതിയും ഉണ്ടാകുന്നതാണ്. പല കാര്യത്തിലും സജ്ജനങ്ങളിൽ നിന്നുള്ള വിപരീത പ്രതികരണം വന്നുചേരുന്നതാണ്. അഹംഭാവം എല്ലാം നിങ്ങൾ ഉപേക്ഷിക്കേണ്ട ഒരു സമയമാണ്. ഏതൊരു കാര്യങ്ങൾക്കും കൂടുതൽ അധ്വാനവും പ്രയത്നവും യാത്രാക്ലേശവും പരസഹായവും നിങ്ങൾക്ക് വേണ്ടിവരുന്നതാണ്. വ്യർത്ഥമായ വ്യാമോഹങ്ങളെ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. പൂരം നക്ഷത്രക്കാരായ ആളുകൾക്ക് നിങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം പര്യാപ്തത ആർജിക്കുവാൻ നിർബന്ധിതനാകും. അപാകതകൾ പരിഹരിച്ച് വ്യവസായം പുനരാരംഭിക്കുവാനും സാധിക്കും. യാതൊരുവിധ കാരണവുമില്ലാതെ അസൂയാലുക്കൾ വർദ്ധിക്കും. സുപരിചിതമായ കാര്യങ്ങളാണെങ്കിലും അവലംബിക്കുമ്പോൾ അകാരണ തടസ്സങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. ഉത്രം നക്ഷത്രക്കാരായ ആളുകൾക്ക് അവസരോചിതമായ സമീപനം അനുകൂല സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കും. ദുർവ്യയം പരമാവധി ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഗുരുജന അഭിപ്രായങ്ങളെ വകവയ്ക്കാതെ സ്വയം ചെന്നിറങ്ങുന്ന കാര്യങ്ങളിലെല്ലാം വളരെയധികം തടസ്സങ്ങൾ നേരിടുന്നതാണ്. അന്വേഷിച്ചറിയാതെ ഒരു തൊഴിലും ഏറ്റെടുക്കരുത്. വാക്കുകളിൽ മിതത്വം പാലിക്കുവാൻ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഉത്രം നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. അത്തം നക്ഷത്ര ജാതകർക്ക് നിങ്ങൾ തുടങ്ങിവെച്ച എല്ലാവിധ പദ്ധതികൾ പ്രാവർത്തികമാക്കുവാനും പുതിയ ഭരണ സംവിധാനം അവലംബിക്കുവാനും സാധിക്കുന്നതാണ്. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ നിങ്ങൾ ചെയ്തു തീർക്കുന്നതാണ്. പുതിയ ഭൂമി വാങ്ങുവാൻ അഡ്വാൻസ് കൊടുക്കാനിടവരും. വ്യാപാര വ്യവസായങ്ങൾ വളരെയധികം പുഷ്ടിപ്പെടുന്നതാണ്. ഏറെ നാളുകളായി അനുഭവിച്ചു കൊണ്ടിരുന്ന നിങ്ങളുടെ രോഗത്തിന് ശമനം വന്നു ചേരുന്നതാണ്. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് പണമിടപാട് രംഗത്ത് വളരെ വലിയ സാമ്പത്തിക നേട്ടമുണ്ടാകും. ഗൃഹത്തിൽ ബന്ധുജനങ്ങളുടെ സംഗമം വന്നുചേരും. പൊതുജനങ്ങളിൽ നിന്നും വളരെയധികം അംഗീകാരം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. തീർത്ഥയാത്രയ്ക്ക് അവസരം സംജാതമാകും. ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ വേണ്ടിവരുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ ധാർമ്മിക ചിന്തകൾക്ക് പ്രാധാന്യം നൽകി ചെയ്യുന്ന എല്ലാവിധ പ്രവൃത്തികളും വളരെയധികം ശുഭാപ്തി കൈവരുന്നതാണ്. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. ചോതി നക്ഷത്രക്കാരായ ആളുകൾക്ക് നിങ്ങളുടെ സന്താനങ്ങളുമായി ഒത്തുചേരുവാനും ഒന്നിച്ച് താമസിക്കുവാനുമുള്ള അവസരം ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലന്വേഷണത്തിന് അനുയോജ്യമായ സമയമാണ്. ചെറിയ വണ്ണം ആലോചിച്ചതിനു ശേഷം മാത്രമേ ഏതൊരു കാര്യത്തിനും ഇറങ്ങിത്തിരിക്കാവൂ. വിവാഹ കാര്യങ്ങളിൽ അന്വേഷണം വളരെയധികം വന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഗൃഹത്തിലെ സുഖ സൗകര്യങ്ങൾ വളരെയധികം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ചോതി നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. വിശാഖം നക്ഷത്രക്കാരായ ആളുകൾക്ക് തീരുമാനമെടുക്കുന്നതിൽ മനക്കരുത്ത് വളരെയധികം കാട്ടുന്നതാണ്. നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് നിർലോഭമായ സഹായവും സഹകരണവും ലഭിക്കും. തൊഴിൽ മേഖലയിലെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും മനോവിഷമം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ധനം കടം കൊടുത്താൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ശ്രമകരമായ പ്രവർത്തനങ്ങൾ വളരെയധികം ലക്ഷ്യപ്രാപ്തി നേടുവാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്.
അനിഴം നക്ഷത്രക്കാർക്ക് പ്രത്യേക കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ മാനസിക പിരിമുറുക്കം വർദ്ധിക്കും. മാനസിക പിരിമുറുക്കം കുറയ്ക്കുവാൻ കൂടുതൽ സമയം നാമജപം ചെയ്യുക. ജോലിയിൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നതാണ്. കർമ്മരംഗത്ത് കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾക്ക് ഗൃഹനിർമ്മാണത്തിൽ വളരെയധികം തടസ്സങ്ങൾ അനുഭവപ്പെടും. ഉദര സംബന്ധമായ അസുഖങ്ങൾ പിടിപെടുവാനും സാധ്യതയുണ്ട്. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. തൃക്കേട്ട നക്ഷത്രക്കാരായ ആളുകൾ പകർച്ചവ്യാധികൾ പിടിപെടാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കുക. അടുത്ത ചില സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാനും അത് വിരോധത്തിന് ഇടയാക്കുമെന്നതിനാൽ സംസാരത്തിൽ വളരെയധികം നിയന്ത്രണം പാലിക്കുക. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. യാത്രകൾ കഴിവതും കുറയ്ക്കണം. അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കുകയും ചെയ്യേണ്ട ഒരു സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധ വേണ്ടിവരുന്ന ഒരു സമയമാണ്. ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം. പൊതുപ്രവർത്തകർ അനാവശ്യമായ ആരോപണങ്ങൾ മൂലം വളരെയധികം വിഷമിക്കും. അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യുക. പണമിടപാടിൽ ജാഗ്രത വേണം. ആഡംബരം കുറയ്ക്കേണ്ട ഒരു സമയം കൂടിയാണ്. അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ്. പൂരാടം നക്ഷത്രക്കാരായ ആളുകൾക്ക് അകാരണമായ തടസ്സങ്ങൾ, തെറ്റിദ്ധാരണകൾ, നേത്രരോഗം മുതലായവയ്ക്ക് സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ കലഹം ഉണ്ടാവാതെ നോക്കണം. എല്ലാ ആളുകളോടും സഹാനുഭൂതിയോടെ പെരുമാറുകയും ചെയ്യുക. നിങ്ങളുടെ സഹായിയായി നിന്ന ആളുകളോട് വളരെയധികം രമ്യതയിൽ പെരുമാറുക. അല്ലെങ്കിൽ അവരും നിങ്ങളുടെ ശത്രുക്കളാകുവാനും ഇടയാക്കിയേക്കും. അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ്. ഉത്രാട നക്ഷത്ര ജാതകർക്ക് സ്ഥാനചലനത്തിന് സാധ്യതയുണ്ട്. മനസ്സിൽ അകാരണമായ ഭയം, ശത്രുക്കളുടെ ഉപദ്രവം, ജീവിത പങ്കാളിക്ക് വിഷമം എന്നിവ വന്നു ചേരും. എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധ വേണ്ടിവരുന്ന ഒരു സമയമാണ്. ഉദര രോഗത്തിന് സാധ്യത ഉള്ളതിനാൽ ഭക്ഷണ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുക. നന്നായി പ്രാർത്ഥന, നാമജപം ചെയ്യുക. അപകട ദുരിതങ്ങളിൽ നിന്നും ഈശ്വരാധീനത്താൽ നിങ്ങൾ രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് നിസ്സാരമെന്നു കരുതുന്ന കാര്യങ്ങൾക്ക് അഹോരാത്രം പ്രയത്നിക്കേണ്ടി വരും. നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിച്ച് പ്രവർത്തിച്ചാൽ അബദ്ധങ്ങൾ എല്ലാം ഒഴിവാക്കുവാൻ സഹായിക്കുന്നതാണ്. അപ്രാപ്യമായ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നത് മാനസിക വിഭ്രാന്തിക്കും അസുഖങ്ങൾക്കും വഴിയൊരുക്കും. നിങ്ങളുടെ സഹോദരങ്ങളുമായി അല്പം കലഹത്തിനും ഇടവരുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ കലഹം വരാതെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് തിരുവോണം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. സങ്കീർണമായ പ്രശ്നങ്ങളെ ലളിതമായി നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കും. വിമർശനങ്ങളെ നല്ല രീതിയിൽ പ്രതികരിക്കും. വ്യക്തിത്വ വികസനത്തിന് തയ്യാറാകുന്ന ആളുകൾക്ക് വളരെയധികം എതിർപ്പുകളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുന്നതാണ്. ഈശ്വര പ്രാർത്ഥനകളാലും ഏകാഗ്രത ചിന്തകളാലും ഉപരിപഠനം നിങ്ങൾക്ക് പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. ചതയം നക്ഷത്രക്കാരായ ആളുകൾക്ക് വ്യാപാര വ്യവസായ മേഖലകളിൽ വളരെയധികം പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ സാധിക്കും. ബാഹ്യ പ്രേരണകളെ നിഷ്പ്രയാസം അതിജീവിക്കുകയും ചെയ്യും. നിശ്ചയദാർഢ്യത്തോടെയും കൂടിയ ആശയങ്ങൾ സഫലമാകും. നിങ്ങളുടെ പാരമ്പര്യ വിജ്ഞാന പിൻതലമുറയിലുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ ഉദാസീന മനോഭാവം ഉപേക്ഷിച്ച് ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിച്ചാൽ തൊഴിൽ മേഖലയിലുള്ള എല്ലാവിധ മാന്ദ്യങ്ങളെയും അതിജീവിക്കുവാൻ കഴിയും. തന്മൂലം സാമ്പത്തിക നേട്ടം കൈവരുന്നതാണ്. അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിക്കാതെ ബൃഹത് പദ്ധതിയിൽ പണം മുടക്കരുത്. വാഗ്വാദങ്ങളിൽ നിന്നും പിന്മാറുന്നത് വളരെയധികം ഗുണകരമായി തീരുന്നതാണ്.
അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാരായ ആളുകൾക്ക് നിങ്ങളുടെ ഉദാസീന മനോഭാവം വർദ്ധിക്കും. പഠിച്ച വിഷയങ്ങളാണെങ്കിലും പ്രകടിപ്പിക്കുവാൻ സാധിക്കുകയില്ല. വ്യാപാരത്തിൽ വളരെയധികം മാന്ദ്യം അനുഭവപ്പെടുന്നതാണ്. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലത് വിട്ടുപോകുകയും ചെയ്യും. നിങ്ങളുടെ ദുഷ്ടജന സംസർഗത്തിൽ നിന്നും യുക്തിപൂർവം പിന്മാറുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ജയിൽ ജീവിതത്തിനും ഭാവിയിലേക്ക് വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനും ഇടവരുന്നതാണ്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. രേവതി നക്ഷത്രക്കാരായ ആളുകൾക്ക് ഉപരിപഠനത്തിന് പണം വളരെയധികം കൊടുത്ത് ചേരുവാനിടവരും. നിങ്ങളുടെ സാമ്പത്തിക ചെലവിനങ്ങളിൽ വളരെയധികം നിയന്ത്രണം വേണം. നിസ്സാര കാര്യങ്ങൾക്കുള്ള ദുർവാശി ഉപേക്ഷിക്കേണ്ട ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുവാൻ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുകയും വേണം. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരുന്ന ഒരു സമയം കൂടിയാണ് വന്നെത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.